ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു റാഡിഷ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. എന്നാൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റാഡിഷ്, സാമാന്യം വലിപ്പമുള്ളത്, 4 ചെറിയ ഉള്ളി, ഒരു വലിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, പിന്നെ 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, കുറച്ച് തേങ്ങ ചിരകിയത് എന്നിവയാണ്. ആദ്യമായിട്ട് ആ റാഡിഷും വലിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇനി ആ റാഡിഷ് ചോപ്പ് ചെയ്തതിൻ്റെ കൂടെ ഉള്ളി ചോപ്പ് ചെയ്തത് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകവും കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് നമുക്ക് അവയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനോടുകൂടി പിന്നെ നമുക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കിംഗ് പാനിൽ കുറച്ച് ഓയിൽ എടുക്കാം. നമുക്ക് ആവശ്യമുള്ളത്ര ഓയിൽ എടുക്കാം. ഇനി അതിന് ശേഷം കുറച്ച് കടുക് അതിനോട് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ആ കറിവേപ്പില അതിനോട് ചേർക്കുന്നു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഡ്രൈ ആയി വരുമ്പോൾ ആ വറ്റൽമുളക് അതിലേക്ക് ചേർക്കാം. പിന്നെ ആ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിനോടുകൂടി ചേർക്കാം. ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ആ പച്ചമുളക് അരിഞ്ഞത് അതിനോട് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഡിഷ് ചോപ്പ് ചെയ്തതും ഓണിയൻ ചോപ്പ് ചെയ്തതും അതിനോടുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് അതൊന്ന് അടച്ചു വെച്ചിട്ട് വേവാൻ അനുവദിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അതിനോടുകൂടി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി റാഡിഷ് തോരൻ റെഡി. അതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് മല്ലി ചപ്പ് കൂടി ചേർക്കാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye bye. See you soon.